ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രയുടെ അടുത്ത് കേസ് അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ രവീന്ദ്രൻ തന്നെ പോയി സംസാരിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര അതൊന്നും തന്നെ കൂട്ടാക്കുന്നില്ല കേട്ടോ. രവീന്ദ്രൻ പറഞ്ഞിട്ട് പോലും ചന്ദ്ര അത് അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഈ കേസ് ഞാൻ പിൻവലിക്കില്ല. അങ്ങനെ കേസ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. സച്ചിയും രേവതിയും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ കേസ് പിൻവലിക്കാമെന്നൊക്കെ തന്നെ പറയുകയായിരുന്നു നമ്മുടെ ചന്ദ്ര. എന്തായാലും ചന്ദ്രയുടെ അടുത്ത് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി തിരിച്ച് രവി വീട്ടിലേക്ക് ചെല്ലുന്നുമുണ്ട്. അവിടെ ചെന്ന് അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ എന്താ പറഞ്ഞെന്നൊക്കെ വീട്ടിലെത്തിയ ശേഷം രവിയോട് സച്ചിയും രേവതിയും വർഷയും ശ്രീകാന്തും ഒക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര മുന്നോട്ട് വെച്ച കണ്ടീഷൻ എന്താണെന്നൊക്കെ ഉള്ളത് രവി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. സച്ചിക്കും രേവതിക്കും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമൊക്കെ ആവുന്നുണ്ട്. ഈ സമയത്ത് വക്കീലിനെ കാണാനായിട്ട് നമ്മുടെ സച്ചിയും രേവതിയും പോകുന്നുണ്ടെങ്കിലും കേസ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ചിലവാകുമെന്നൊക്കെ നമ്മുടെ വക്കീൽ പറയുന്നുണ്ട് അവരോട്. ചന്ദ്രമതി കേസ് പിൻവലിക്കുകയായിരുന്നെങ്കിൽ 2 ലക്ഷം രൂപ മതിയായിരുന്നു. എന്നാൽ പിൻവലിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ 5 ലക്ഷം രൂപ വേണമെന്ന് പറയുകയാണ്. മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സച്ചിൻ രേവതി കഷ്ടപ്പെട്ട് ഈ കാശ് മുഴുവൻ അറേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. 5 ലക്ഷം രൂപ തികച്ചില്ല, എന്നാലും ശകലം കുറവുണ്ട്. എങ്കിൽ പോലും ഈ കാശ് ഒപ്പിച്ചുകൊണ്ട് നമ്മുടെ സച്ചിൻ രേവതിയും വക്കീലിനെ പോയി കാണുകയും ചെയ്യുന്നുണ്ട്. വക്കീലിന് കാശ് കൈമാറിയ ഉടനെ തന്നെ വക്കീൽ സച്ചിയോടും രേവതിയോടായിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. നിങ്ങളുടെ അനിയൻ്റെ പേരിൽ ഇനി ഒരു കേസ് ഉണ്ടാവില്ല. നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ പൊയ്ക്കോ. ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആ കേസിന് ഞാൻ ഡീൽ ചെയ്തോളാം എന്നൊരു ഉറപ്പിന്മേൽ തന്നെ സച്ചിയും രേവതിയും അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രമതിയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ സച്ചിക്കും രേവതിക്കും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കേസ് പിൻവലിക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ. എന്തായാലും വക്കീൽ അവർക്കൊരു ഉറപ്പ് നൽകുന്നതുകൊണ്ട് തന്നെയാണ് സച്ചിൻ രേവതിയും ഇത്രയും കാശ് അവർക്ക് ഒപ്പിച്ചു കൊടുക്കുന്നത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രമതി എങ്ങനെയുള്ള ആളാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ വക്കീൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രമതിയോട് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്ന വക്കീൽ രഹസ്യമായിട്ട് ചന്ദ്രമതിയുടെ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുമുണ്ട്. ചന്ദ്രമതി ആരാണ്, ചന്ദ്രമതിയുടെ വീക്ക്നെസ് എന്താണ്, എന്ത് പറഞ്ഞാൽ ചന്ദ്രമതി വീഴും, ചന്ദ്രമതി കാശെന്ന് പറഞ്ഞാൽ അവിടെ വീണ് കിടക്കുന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ചന്ദ്രമതിയുടെ കാര്യങ്ങളെല്ലാം തന്നെ വക്കീൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രപൂർവ്വം വക്കീൽ ചന്ദ്രയുമായിട്ട് സംസാരിക്കുന്നുമുണ്ട്. ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കും അവർക്കും കുറേ കാശ് നഷ്ടമാകുമെന്നല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഇതുവഴി ഉണ്ടാകാൻ പോകുന്നത്? എന്നാൽ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഈ കേസ് പിൻവലിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭമാണ് കിട്ടാൻ പോകുന്നതെന്നൊക്കെയുള്ളത് നമ്മുടെ വക്കീൽ പറയുക കേട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ചെറിയ തോതിലൊരു സംശയം ആവുന്നുണ്ട്, ഇയാൾ എന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ. എന്തായാലും വക്കീൽ പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്കൊരു നേട്ടമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തരാമെന്ന് പറയുകയാണ് വക്കീൽ. എന്ത്, ഈ കേസ് പിൻവലിച്ച വക്കീൽ സാർ എനിക്ക് 2 ലക്ഷം രൂപ തരാമെന്നോ? അതെന്തിനാ, അതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് അതൊക്കെ നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ അങ്ങോട്ട് ചെകഞ്ഞ് കിള്ളാൻ പോകുന്നില്ല കേട്ടോ. എന്തായാലും കാശ് ഇങ്ങോട്ടേക്ക് തരാമെന്നല്ലേ പറഞ്ഞത്, പിന്നെ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ തന്നെ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വക്കീൽ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കാൻ ചന്ദ്രമതി റെഡിയാകുകയാണ്. വക്കീലിൻ്റെ കൂടെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് എനിക്ക് കേസൊന്നുമില്ല, ഇതൊരു കുടുംബ പ്രശ്നം മാത്രമാണ് എന്നൊക്കെ എഴുതി കൊടുത്ത് കേസ് പിൻവലിക്കുകയാണ് ചന്ദ്രമതി. ചന്ദ്രമതി അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന് കേസ് പിൻവലിച്ച കാര്യങ്ങളെല്ലാം തന്നെ സച്ചിയോടും രേവതിയോടും വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് വക്കീൽ. ആ സന്തോഷ വാർത്ത അറിഞ്ഞ് സച്ചിയും രേവതിയും വീട്ടിലുള്ള എല്ലാവരും ഈ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ്. ചന്ദ്രമതി കേസ് പിൻവലിച്ചു എന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ ശ്രുതിക്കാനോട്ട് ഇത് ഭയങ്കര ഷോക്കായിട്ട് തോന്നിയത്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ കേസ് പിൻവലിച്ചെന്നോ? അതെന്തിനാ? അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണല്ലോ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത്, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്ക് കേസൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മ തന്നെ സ്റ്റേഷനിൽ പോയി എഴുതി കൊടുത്തത്. അതല്ല ഞാൻ ചോദിച്ചത്, പെട്ടെന്നെന്താ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മനമാറ്റം സംഭവിച്ചത്? അമ്മ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ എല്ലാം പെട്ടെന്നാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ വക്കീൽ തന്നെയാണ് ഞങ്ങളെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത്. അമ്മ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എനിക്ക് കേസൊന്നുമില്ല, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം മാത്രമാണ്, അതുകൊണ്ട് ഞാൻ കേസ് പിൻവലിക്കാമെന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് വന്നത്. സച്ചി ഇത് പറയുമ്പോഴും ശ്രുതിക്ക് ഇത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നാലും ആൻറ്റി കേസ് പിൻവലിച്ച കാര്യം എനിക്ക് അങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻറ്റി എന്നോട് പ്രത്യേകം പറഞ്ഞതാ രേവതിയുടെ അനിയനെ ജയിലിൽ കയറ്റാതെ ആൻറ്റി അടങ്ങില്ലെന്നൊക്കെ. പെട്ടെന്ന് ഇങ്ങനെ കേസ് പിൻവലിക്കണമെങ്കിൽ അതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിയും ഇത് തന്നെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അമ്മ ഇതുപോലെ കേസ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. കാരണം കേസ് പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് എല്ലാവരും അമ്മയുടെ അടുത്ത് പോയി സംസാരിച്ചാണല്ലോ. എന്നിട്ട് പോലും അമ്മ അതൊന്നും വകവെച്ചില്ല. അമ്മ അമ്മയുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്തിനാ അച്ഛൻ പോയി പറഞ്ഞിട്ട് പോലും അമ്മ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ അമ്മയ്ക്ക് എങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം സംഭവിച്ചെന്നൊക്കെ രേവതിയും അതുപോലെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ, ഈ കേൾക്കുന്നതൊക്കെ സത്യം തന്നെയാണോ? നമ്മുടെ അമ്മ തന്നെയാണോ കേസ് പിൻവലിച്ചേ എന്നിങ്ങനെ ചോദിക്കുക. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണല്ലോ അമ്മ വീട് വിട്ട് പോയത് തന്നെ. എന്നിട്ട് അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക.
എന്തായാലും ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഒരുപാട് സമാധാനമാവുന്നുണ്ട്. രേവതി പെട്ടെന്ന് തന്നെ പൂജാമുറിയിൽ ചെന്നിട്ട് ഈശ്വരനോട് നന്ദിയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. അമ്മ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ശരത്തിനെ ഉറപ്പായും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നുള്ളതൊക്കെ അറിയാമായിരുന്നല്ലോ. പിന്നീട് അവൻ്റെ ഭാവി തന്നെ ഇല്ലാതായി പോകുന്നോർത്ത് പേടിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും. എന്തായാലും അമ്മയ്ക്ക് ഇങ്ങനൊരു മനംമാറ്റം ഉണ്ടായല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ രേവതി ദൈവങ്ങളോട് നന്ദി പറയുകയാണ്. ഇതിനിടയിൽ ശ്രീകാന്തിൻ്റെ ചോദ്യങ്ങൾക്ക് വർഷ മറുപടി പറയുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്രീകാന്ത് നിന്നോട്, അമ്മയ്ക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അമ്മ ഈ തീരുമാനം മാറ്റുമെന്ന് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. ആദ്യം ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും, എന്നാൽ പോകെ പോകെ ഇമോഷൻസ് എല്ലാം കുറഞ്ഞു വരും. കുറച്ച് സമയം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞതാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വർഷ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആൻറ്റിക്കും കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. ഇപ്പം എന്തായാലും ആൻറ്റിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ആൻറ്റി എന്തായാലും കേസ് പിൻവലിക്കാൻ തയ്യാറായെന്നൊക്കെ തന്നെ വർഷ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ ഞാൻ പോയി പറഞ്ഞിട്ട് പോലും അവൾ ഒരു കുലുക്കമില്ലാതിരുന്നതാണല്ലോ. എന്നിട്ടും അവളിപ്പം പെട്ടെന്ന് ഇത് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ രവി സംശയത്തോടെ ചോദിക്കുക. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അതേ അച്ഛാ, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആനി ഈ കേസ് പെട്ടെന്ന് പിൻവലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ തന്നെ നമ്മുടെ ശ്രുതിയൊക്കെ പറയുന്നുണ്ട്. ഈ കേസിൻ്റെ പേരും പറഞ്ഞല്ലേ ആൻറ്റി ഇവിടുന്ന് മാറി താമസിച്ച തന്നെ. അതുപോലെ സച്ചിൻ രേവതിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മാത്രമേ കേസ് പിൻവലിക്കുള്ളൂ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ആൻറ്റി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത്? അമ്മ കേസ് പിൻവലിക്കാൻ പാടില്ലായിരുന്നോ? അമ്മ കേസ് പിൻവലിച്ചത് നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഉടനെ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആൻറ്റി ഈ കേസ് പിൻവലിക്കില്ല എന്ന് സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തിരുന്നതാണല്ലോ. പിന്നെ പെട്ടെന്ന് ആൻറ്റി എന്താ കേസ് പിൻവലിച്ചെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു റീസൺ ഉണ്ടാവുമല്ലോ. ആൻറ്റി ഇങ്ങനൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ, അതാ ഞാൻ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ രേവതി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയും ദേവും ഒക്കെ അമ്മയെ കാണാനായിട്ടും കേസ് പിൻവലിക്കണം എന്നൊക്കെ ഉള്ളൊരാവശ്യമായിട്ട് ബാമ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ കാല് പിടിച്ച സച്ചേട്ടൻ്റെ അമ്മയോട് അപേക്ഷിച്ചത്. ചിലപ്പം അതൊക്കെ കണ്ടിട്ടായിരിക്കും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായത്. അമ്മയും 3 മക്കളെ പ്രസവിച്ച ഒരു അമ്മ തന്നെയല്ലേ, അതുകൊണ്ടായിരിക്കാം അമ്മയുടെ തീരുമാനം മാറ്റിയെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി പറയുന്നുണ്ട്. എന്തായാലും അമ്മയുടെ തീരുമാനം മാറ്റിയല്ലോ, അത് തന്നെ സമാധാനം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതിയും സച്ചിയും. ഈ സമയത്ത് സച്ചി രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കെട്ടിപ്പിടിച്ചോണ്ട് തന്നെ പറയുന്നുണ്ട്, അച്ഛ അമ്മ എന്തായാലും കേസ് പിൻവലിച്ചില്ലേ, ഇനി അച്ഛൻ ചെന്ന് അമ്മ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അതിന് ഞാൻ എന്തിനാ പോകുന്നത്? ഞാൻ പറഞ്ഞിട്ടാണോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അവൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ ഇറങ്ങിപ്പോയതല്ലേ. അതുകൊണ്ട് അവൾ തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരട്ടെ. പോയവർക്ക് എന്താ തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ അറിയത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛ അമ്മയെ ഗൗരവമൊക്കെ നോക്കുന്ന ആളല്ലേ, അതുകൊണ്ട് അച്ഛൻ തന്നെ ഒന്ന് പോയി കൂട്ടിക്കൊണ്ട് വാ എന്നിങ്ങനെ പറയും കേട്ടോ സച്ചിയും രേവതിയും ഒന്നിച്ച്. അപ്പോൾ രവീന്ദ്രൻ രേവതിയോടായിട്ടും പറയുന്നുണ്ട്, ഇല്ല രേവതി, ഞാൻ പോയിട്ട് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അവൾക്കൊരു താളം പോലെയാകും. അതുകൊണ്ട് അവൾ തന്നെ ഇങ്ങോട്ടേക്ക് വരട്ടെ. ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവൾ ഉടനെ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോയി കളയും. നമ്മൾ പുറകെ ചെന്ന് തിരിച്ചു വിളിക്കും എന്നുള്ളത് അറിയാം, അതുകൊണ്ടല്ല അവൾ അങ്ങനെ കാണിക്കുന്നത്. എന്തായാലും അവൾ തന്നെ തിരികെ വരട്ടെ, ഞാൻ പോയി അവളെ വിളിക്കുന്നില്ല എന്നൊക്കെ തന്നെ പറയുക. എന്തായാലും അവൾക്ക് തന്നെ പോകാൻ അറിയാമെങ്കിൽ അവൾ തന്നെ തിരികെ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ ഇനി അച്ഛൻ ചെന്ന് വിളിച്ചില്ലെന്ന് പറഞ്ഞ് അമ്മ അവിടെ തന്നെ അങ്ങ് നിൽക്കാൻ കൂട്ടാക്കിയാലോ? അച്ഛൻ പോയി വിളിച്ചാൽ ചിലപ്പോൾ അമ്മ ഇങ്ങനെ വരുമായിരിക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ പോകാൻ നേരത്തെ തന്നെയല്ലേ പോയത്, തിരികെയും അവൾ വേണമെങ്കിൽ തന്നെ വന്നോളും. ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാനൊന്നും നിൽക്കത്തില്ല, അവൾ തന്നെ വന്നോളൂ എന്നൊക്കെ തന്നെ പറയുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത് രവീന്ദ്രനും. അപ്പോഴേക്കും സച്ചി രവീന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ? അച്ഛൻ അമ്മയെ കാണാത്തതിൽ വിഷമമുണ്ടെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം, അച്ഛൻ അമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് രവീന്ദ്രൻ. അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ അച്ഛാ? എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞിട്ടാണോ ഞങ്ങൾ മനസ്സിലാക്കുന്നത്? അച്ഛൻ്റെ മുഖത്തെ വിഷമം കാണുമ്പോൾ തന്നെ അറിയാം, അമ്മയെ കാണാത്തതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും വിഷമം എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ തന്നെ പറയുകയാണ് നമ്മുടെ സച്ചി. രവീന്ദ്രൻ പറയുന്നുണ്ട്, അത് നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും, എനിക്കിപ്പോൾ അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നുമില്ല. ഞാൻ പറയുന്നത് കേൾക്കാതെയല്ലേ അവൾ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് പോയത്, അപ്പോൾ പിന്നെ അവൾ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് തന്നെ തിരികെ വരട്ടെ, ഞാൻ എന്തായാലും അവളെ പോയി വിളിക്കുന്നില്ല എന്നൊക്കെ തന്നെ രവീന്ദ്രൻ തീർത്ത് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അതേ അങ്കിൾ പോയി വിളിച്ചാൽ ആൻറ്റി ഉറപ്പായിട്ട് ഇങ്ങോട്ടേക്ക് വരും. ആൻറ്റി ഇല്ലാതെ അങ്കിളിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അങ്കിൾ പോയി ആൻറ്റിയെ കൂട്ടിക്കൊണ്ട് വാ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയുക കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൾ തന്നെ വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രവീന്ദ്രൻ ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോഴേക്കും ശ്രുതി ഉടനെ പറയുന്നുണ്ട്, അച്ഛന് പോകാൻ വൈകി ഞാൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന്. ശ്രുതി പോകാൻ ഇറങ്ങുമ്പോഴേക്കും തന്നെ സച്ചി ശ്രുതിയെ തടഞ്ഞിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, നീ പോയാൽ ശരിയാവില്ല, നീ അവിടെ ചെന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് നോക്കുമ്പോഴേക്കും അച്ഛൻ വന്നില്ലല്ലോ എന്നോർത്ത് അമ്മയുടെ ദേഷ്യം പിന്നെയും കൂടുകയുള്ളൂ. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട, അച്ഛൻ തന്നെ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് പോകുന്നോളും, അതാ അമ്മയ്ക്കും ഇഷ്ടം എന്നൊക്കെ പറയുക കേട്ടോ നമ്മുടെ സച്ചി. ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ അമ്മയെ പോലെ അച്ഛനും ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കില്ലേ, അമ്മയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ.
എന്തൊക്കെ പറഞ്ഞാലും അമ്മയില്ലാത്ത കുറവ് ഈ വീട്ടിൽ നന്നായിട്ടുണ്ട്. അച്ഛൻ തന്നെ ചെന്ന് അമ്മയെ വിളിച്ചോണ്ട് വാ, ഇനി കൂടുതൽ ചോദന ഇറക്കണ്ട. അച്ഛനും അമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. ചെന്ന് വിളിച്ചോണ്ട് വാ അച്ഛാ എന്നിങ്ങനെ ശ്രീകാന്ത് പറയുമ്പോഴേക്കും, ഞാൻ അവളോട് എത്ര പ്രാവശ്യം പറഞ്ഞതാടാ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുതെന്ന്. എൻ്റെ വാക്കിന് അവൾ തുള്ളിയെങ്കിലും വില കൽപ്പിച്ചോ? ഞാൻ അവിടെ ചെന്നപ്പോൾ പോലും അവൾക്ക് എൻ്റെ കൂടെ വരാൻ തോന്നിയില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് ഇപ്പം മാത്രം അവളെ പോയി വിളിച്ചോണ്ട് വരുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ട് പോകാൻ നിങ്ങളുടെ അമ്മേനെ എന്നും പറഞ്ഞിട്ട് തന്നെ രവീന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, മോളെ ഭക്ഷണം എടുക്ക്, എനിക്ക് വിശക്കുന്നു എന്ന് പറയുക. അങ്ങനെ രവീന്ദ്രനുള്ള ഭക്ഷണമെല്ലാം തന്നെ രേവതി വിളമ്പി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലക്ഷ്മി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സർവ്വ ഈശ്വരന്മാരെയും വിളിച്ച് ചന്ദ്രൻ്റെ മനസ്സ് മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. ഈ സമയത്ത് തന്നെയാണ് ദേവു ഈ സന്തോഷ വാർത്തയുമായിട്ട് ലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തുന്നത്. അമ്മേ, രേവതി ചേച്ചി ഇപ്പം വിളിച്ചായിരുന്നു. ശരത്തിനെതിരെ സച്ചിയേട്ടൻ്റെ അമ്മ കൊടുത്ത കേസ് പിൻവലിച്ചു എന്നാണ് പറഞ്ഞത്. അവർ തന്നെ സ്റ്റേഷനിൽ ചെന്ന് കേസ് പിൻവലിച്ചു എന്നും പറഞ്ഞ് എഴുതി സൈൻ ചെയ്ത് കൊടുത്തു അത്രേ. ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ആണോ മോളെ, നേരാണോ നീ പറയുന്നത്? രേവതിയാണോ നിന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അതേ അമ്മേ, രേവതി ചേച്ചി ഇപ്പം എന്നെ വിളിച്ചത്. എന്നെ ഇപ്പം വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. രേവതി ചേച്ചി ഈ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് ഇപ്പം വിളിച്ചതാന്നൊക്കെ തന്നെ നമ്മുടെ ദേവവും പറയുന്നുണ്ട്. സച്ചിയേട്ടനും രേവതി ചേച്ചിയും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. എന്തായാലും ലക്ഷ്മി പ്രാർത്ഥിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദൈവങ്ങൾക്കുള്ള നന്ദിയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. ശരത്തിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. എന്തായാലും ചന്ദ്രമതിയുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എന്തായാലും മാറിയല്ലോ. എൻ്റെ മോൻ ഇനി ജയിലിൽ പോവില്ലല്ലോ, അവൻ്റെ ഭാവി ഇല്ലാതാവില്ലല്ലോ എന്നൊക്കെ ഓർത്ത് സമാധാനിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. വീണ്ടും മേങ്ങലടിച്ച് കരയുന്ന ലക്ഷ്മിയെ കണ്ടുകൊണ്ട് തന്നെ ദേവ് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇനി എന്തിനാ അമ്മ കരയുന്നത്? ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, കേസ് പിൻവലിച്ചല്ലോ, ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അമ്മ ഇങ്ങനെ കരയില്ലെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ലക്ഷ്മിയെ ദേവു. ആ സമയത്ത് തന്നെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതിക്കൊപ്പം സച്ചിയുമുണ്ട്. അവരങ്ങോട്ടേക്ക് കയറി വന്ന പാടെ തന്നെ ലക്ഷ്മി രേവതിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മ കേസ് പിൻവലിച്ചു എന്നുള്ള കാര്യം നേരാണോ മോളെ? അതേ അമ്മേ, സച്ചിയേട്ടൻ്റെ അമ്മ കേസ് പിൻവലിച്ചു. വക്കീലെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അതെന്തായാലും നന്നായി മോളെ. ചന്ദ്രമതിക്ക് ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടായല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അതേ അമ്മേ, അമ്മയുടെ മനസ്സ് പെട്ടെന്നാണ് മാറിയത്. കേസ് എന്തായാലും പിൻവലിച്ചു എന്ന് വക്കീൽ വിളിച്ച് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്കും ഒരു സമാധാനമായത്. എന്തായാലും ഇനി ശരത്തിന് ജയിലിലേക്കൊന്നും പോകേണ്ടി വരില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് സച്ചി. അതേ സമയത്ത് തന്നെ സച്ചിയും രേവതിയും ശരത്തിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് വന്നത്. ശരത്ത് അകത്തേക്ക് കയറാതെ മടിച്ച് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. സച്ചി ഉടനെ ശരത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് അകത്തേക്ക് വരാത്തെ? നീ ഇങ്ങോട്ടേക്ക് കയറുവാ, അവിടെ മടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, കയറുവാ ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞ് ശരത്തിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് സച്ചി. ശരത്തിനെ കാണുമ്പോഴേക്കും തന്നെ ലക്ഷ്മി ഓടി ചെന്ന് ശരത്തിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. നിന്നെ കണ്ടതിന് ശേഷമാണ് മോനെ എനിക്ക് എൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. എന്നാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി നിനക്ക് ജയിലിലൊന്നും പോകേണ്ടി വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുകയാണ്. ആ സമയത്ത് കുറ്റബോധം കൊണ്ട് ശരത്ത് പറയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കണം, അമ്മയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു, അമ്മയെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ശരത്ത് ലക്ഷ്മിയുടെ കാലിൽ വീഴുകയാണ്. ശരത്തിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ മോനെ, ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോനെ ഞാൻ ഉപദേശിച്ചുകൊണ്ടിരുന്നത്. ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, അമ്മേ ശരിയാ അമ്മ പറഞ്ഞത് തന്നെ ശരി, ഞാൻ അമ്മയുടെ വാക്കുകൾ കേൾക്കണമായിരുന്നു, എല്ലാം എൻ്റെ തെറ്റാമേ, അമ്മ പറയുന്നത് ഞാൻ അനുസരിച്ചില്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടന്നു, ഇപ്പം എനിക്ക് എല്ലാം മനസ്സിലായി, എന്തായാലും അമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശരത്ത് വീണ്ടും കരയുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്നോടല്ല മാപ്പ് ചോദിക്കേണ്ടത്, നീ ചെയ്ത തെറ്റെല്ലാം അറിഞ്ഞിട്ടും അതെല്ലാം മറച്ചു വെച്ച് നിന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടാതെ സുരക്ഷിതമായിട്ട് തിരികെ വീട്ടിലെത്തിച്ചത് സച്ചിയല്ലേ, സച്ചിയേട്ടനോടാണ് നീ മാപ്പ് ചോദിക്കേണ്ടതെന്നൊക്കെ പറയുകയാണ്. അവർ കാരണമാണ് നീ ഇപ്പോൾ ജയിലിലേക്ക് പോകാതെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. നിനക്ക് ഇങ്ങനൊരു ജീവിതം തന്നത് തന്നെ അവരാ. അതുകൊണ്ട് നീ എന്നും അവരോട് കടപ്പാടുള്ളവനായിരിക്കണം, എന്നും നീ അവരോട് ആ നന്ദി കാണിക്കണം. അവരില്ലെങ്കിൽ നിൻ്റെ ജീവിതം ഇപ്പോൾ എന്തായേനെ, നിൻ്റെ ഭാവി തന്നെ ഇല്ലാതായി പോയേനെന്നൊക്കെ തന്നെ പറഞ്ഞ് ലക്ഷ്മി ശരത്തിനെ ഉപദേശിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇപ്പം അവനോട് അങ്ങനെയൊക്കെ പറയുന്നത്? ശരത്ത് നമ്മുടെ വീട്ടിലെ പയ്യനല്ലേ, അവനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നോക്കി കൈയും കെട്ടി ഇരിക്കുമോ? അവനെ എങ്ങനെയും രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ, അതല്ലേ ഞാനും ഇവിടെ ചെയ്തുള്ളൂ. അമ്മ ഇനി അതും പറഞ്ഞ് അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെ തന്നെ സച്ചി പറയാം കേട്ടോ. അപ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, എന്നാലും സച്ചിയേട്ടൻ ഇപ്പോൾ ചെയ്ത ഉപകാരം അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവില്ല എന്നൊക്കെ തന്നെ പറയുകയാണ്. ആ സമയത്ത് ശരത്തും പറയുന്നുണ്ട്, അതേ സച്ചിയേട്ടൻ എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം, ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും നിങ്ങൾ പറയുന്ന ഒന്നും തന്നെ ഞാൻ അനുസരിച്ചിട്ടില്ല, വക വെച്ചിട്ടില്ല, പക്ഷെ ഇപ്പം എനിക്ക് എല്ലാം മനസ്സിലായി, ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തെന്നൊക്കെയുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായി എന്നൊക്കെ തന്നെ നമ്മുടെ സച്ചിയോട് നമ്മുടെ ശരത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ശരത്തിനെ ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ സച്ചി പറയുന്നുണ്ട്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ, ഇപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതായി പോകും,
അതുകൊണ്ട് ഇനിയെങ്കിലും നീ അമ്മ പറയുന്ന കേട്ട് മര്യാദയ്ക്ക് കോളേജിലൊക്കെ പോയി നല്ലപോലെ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിക്കാൻ നോക്ക്. ഇങ്ങനെയുള്ള തെറ്റുകളിലൊന്നും ഇനി ചെന്ന് പെടാതിരിക്കാൻ നോക്കണം. അത് മാത്രമല്ല സച്ചിയേട്ടനോട് ഞാൻ വളരെ മോശമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ശരത്ത് ഏറ്റു പറയുക കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തായാലും നിനക്കിപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, അതുകൊണ്ട് ഇനി നീ അതുപോലുള്ള കൂട്ടുകെട്ടുകളിലൊന്നും ചെന്ന് പെടാതിരുന്നാൽ മതി. അമ്മ പറയുന്നതനുസരിച്ച് ഇനി നീ നല്ല രീതിക്ക് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി അവർ സന്തോഷത്തോടെ തന്നെ പിരിയുകയാണ് കേട്ടോ. എന്തായാലും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെ നമ്മുടെ സച്ചിയും രേവതിയും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് ശ്രുതി ആകെ പെട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ആൻ്റണിക്ക് 2 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പൈസ അറേഞ്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടി ഇങ്ങനെ ശ്രുതി ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പൈസ ഇതുവരെ കിട്ടാത്തതുകൊണ്ട് തന്നെ ആൻ്റണി എപ്പോഴും വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയെ. നവീൻദാസിൻ്റെ കാര്യം പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആൻ്റണി. ശരത്തിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സാവകാശം കിട്ടുമെന്നൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ വിചാരിച്ചെങ്കിലും കാര്യങ്ങളെല്ലാം നേരെ ശ്രുതിക്ക് നേരെയാണ് തിരിയുന്നത്. എന്തായാലും ഇപ്പോൾ കേസ് ചന്ദ്രമതി പിൻവലിക്കുകയും ചെയ്തല്ലോ. ശ്രുതിയാണെങ്കിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കുകയാണ്. കാരണം ഇനി നവീൻദാസിൻ്റെ കാര്യം പറഞ്ഞ് ആൻ്റണിയെ വലിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അവൻ ഇനി ആരോടെങ്കിലും സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കളിച്ചതെല്ലാം വെറുതെ ആയി പോകും. ഇനി പിടിച്ചു നിൽക്കാൻ ഒരു വഴിയും മുന്നിൽ തെളിയുന്നില്ല. ഇനി ആരോട് കടം വാങ്ങിക്കും, ആരോട് പൈസ തിരിച്ചു മറിക്കും എന്നൊക്കെ ഓർത്ത് തന്നെ ശ്രുതി വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും ശ്രുതിക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ശരത്തിനെ കൊടുക്കാൻ നോക്കിയിട്ട് അവസാനം കുടുങ്ങിയിരിക്കുന്നത് നമ്മുടെ ശ്രുതി തന്നെയാണ്. എന്തായാലും ശ്രുതിയുടെ കള്ളക്കളികളൊക്കെ എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെയുള്ളത് വരും എപ്പിസോഡിൽ നമുക്ക് കാണാവുന്നതാണ്. ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സൊക്കെയാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്